ഒന്ന് സ്റ്റെപ്സ് ഇൻ മേക്കിംഗ് എ പ്രൊജക്റ്റ്, ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്ന, ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ്. ഓക്കെ, എക്സ്പ്ലെയിൻ 8 മാർക്ക് ക്വസ്റ്റ്യൻ വരെയാണ് ചോദിക്കുന്നതെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യുക. ഫസ്റ്റ് ഐഡൻറ്റിഫൈങ് എ പ്രോബ്ലം ഓർ ഏരിയ ഓഫ് സ്റ്റഡി, അതായത് നമ്മൾ ഏത് പ്രോബ്ലമാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, ഏതിൻ്റെ വെയിറ്റേജ് ആണ്. നമ്മുടെ വെയിറ്റേജ് ചെയ്തൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. വെയിറ്റേജ് മരിയ മിസ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 6 മാർക്സ് 5 മാർക്സ് ഒക്കെയാണ് വെയിറ്റേജ് വരുന്നത്. ലാസ്റ്റ് ചാപ്റ്ററിന് 4 മാർക്സ് വെയിറ്റേജ് ഒക്കെയാണ്, 4-5 മാർക്സ് വെയിറ്റേജ് ആണ് ഈ ഒരു ചാപ്റ്ററിന് വരുന്നത്. മേ ബി അവർക്ക് തോന്നിയിട്ടിനി ഇട്ടാലോ. ഓക്കെ, അടുത്ത ഫസ്റ്റ് എന്താണ് ഐഡൻറ്റിഫൈങ് എ പ്രോബ്ലം ഓർ ഏരിയ ഓഫ് സ്റ്റഡി. നമ്മുടെ ഏരിയ ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ പ്രോബ്ലം കണ്ടുപിടിക്കുക. ദെൻ ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്, ആരാണ് നമ്മുടെ ഓഡിയൻസ്, ആർക്ക് വേണ്ടിയാണ് റിപ്പോർട്ട് കണ്ടുപിടിക്കുന്നത് എന്ന് ചെയ്യുക. ദെൻ നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ പേര്, കളക്ഷൻ ഓഫ് ഡേറ്റ അല്ലേ, ഡേറ്റ കളക്ട് ചെയ്യുക. നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഡേറ്റ കളക്ട് ചെയ്യുക വേരിയസ് സോഴ്സിൽ നിന്ന്. ആ സോഴ്സ് എന്തായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റിലയബിൾ സോഴ്സ് ആയിരിക്കണം. ദെൻ നമ്മുടെ ഡേറ്റാസിനെ ഓർഗനൈസ് ചെയ്യുക നമ്മൾ പഠിച്ചു. ഡേറ്റാസിനെ പ്രസൻറ്റ് ചെയ്യുക, ഗ്രാഫിലൊക്കെ പ്രസൻറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ഡേറ്റാസിനെ എന്ത് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യുക, സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കുക. ദെൻ കൺക്ലൂഷൻ ചെയ്യുക. ദെൻ ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു സോഴ്സസ് ഒക്കെ എവിടെ നിന്നൊക്കെയാണ് ഇൻഫോർമേഷൻ എടുത്തെന്നുള്ള ഡേറ്റാസ് കൊടുക്കുക. ഇതാണ് സ്റ്റെപ്സ് പഠിക്കണേ. ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈങ് എ പ്രോബ്ലം ഓർ ഏരിയ ഓഫ് സ്റ്റഡി, ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്, കളക്ഷൻ ഓഫ് ഡേറ്റ, ഓർഗനൈസേഷൻ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, കൺക്ലൂഷൻ, ബിബ്ലിയോഗ്രഫി.